അപ്പോൾ കേരയൊക്കെ മുളകൊക്കെ പുരട്ടി വെച്ച് എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് ഇവിടെ വറുക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ച് വെച്ചും ഒരു ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇടുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. മറ്റേ സാധാ അയിലേക്ക് വെക്കുകയില്ല, അതേപോലെ നമ്മൾ വെക്കാറില്ല. നമ്മൾ തേങ്ങ അരച്ച് വെക്കാറില്ല. നമ്മുടെ മീൻകറി റെഡിയായി. മീൻകറി കേര കറി റെഡിയായി. പിന്നെ നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചേക്കും. ഇത് വറുത്തിട്ട് വേണം ഇനി ഞാൻ കുളിക്കാൻ വേണേ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം. പിച്ചിക്കുട്ടം വരും. ഇപ്പോൾ 1 മണിയാകാറായല്ലോ. അപ്പം മീൻ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് പിച്ചു ഇപ്പോൾ ഒരിച്ച് വരണതിന് മുമ്പ് മീനൊക്കെ ഇനി വലിയൊരു ജോലി കിടക്കണം. ഇതൊക്കെ അടുക്കിയൊക്കെ വെക്കണം. ഇതാണ് മല്ലിയില സാധനങ്ങളൊക്കെ, പച്ചമുളക് കണ്ടു. ഇതൊക്കെ ഇനി ഞെട്ടൊക്കെ കളയണം. കുറേ ജോലിയുണ്ട് ഇനിയിപ്പോൾ. ഈ ജോലിയൊക്കെ ഇനിയിപ്പോൾ അടുക്കി വെക്കണമല്ല. മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഈ സാധനങ്ങളെല്ലാം. എറണാകുളത്ത് പോകുമ്പോൾ പിന്നെ ഈ പൊടിയൊക്കെ മേടിച്ചിട്ട് വരും. ഈ പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇതിലടിച്ചേക്കണ പൈസ തന്നെ കൊടുക്കണമല്ലോ. ഇത് തന്നെ ഇതിലടിച്ചേക്കണ 89 രൂപ അത്രയും കൊടുക്കണം. ഇത് നമുക്ക് അതിനെക്കാട്ടി 20 രൂപക്കൊക്കെ കുറച്ച് കിട്ടും നമുക്ക് ഈ പുട്ടുപൊടിയൊക്കെ. ഇതൊക്കെ മേടിക്കാനും കൂടുതൽ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് നമ്മൾ മേടിക്കണം. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി കൂടുതലും നമ്മൾ ഈ എറണാകുളത്ത് പോകണത്. അവിടെ നിന്ന് പിന്നെ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരാമല്ലോ നമുക്ക്. എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കണം. മാർക്കറ്റിൽ എപ്പോൾ പോയാലും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും. നാളെ മാർക്കറ്റിലെ കാര്യം ഇവിടെ ഞാൻ പറയണം. ഇതുണ്ട് കപ്പലണ്ടി. ഇത് നല്ല വറുത്ത മസാല കപ്പലണ്ടി. ഇത് നല്ല പിന്നെ ചൂടൊക്കെ തണുക്കാൻ വേണ്ടി വെച്ചതാണ് ഞാൻ. അവിടുത്തെ സാധനങ്ങളെല്ലാം നല്ല വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും. ഈ ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, നല്ല വില കുറച്ച് കിട്ടും അവിടെ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നത്. അവിടെ മാർക്കറ്റിൽ പോയിച്ചും വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും. അച്ഛനും മോനും ഒക്കെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ട് പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ എന്നും റേഡിയോ അടുക്കളയിലായിരിക്കണം. അപ്പോൾ അതും പാട്ട് വെച്ചാണ് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത്.